ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പൊക്കെ അടച്ചൊരു 7 മണിയായപ്പോൾ എനിക്കൊക്കെ വെഡ്ഡിങ് ഡേക്ക് ഗിഫ്റ്റ് തരാൻ വരികയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ അടുത്ത് മോതിരം എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ നോക്കിയത് കൂടുതലും വളയായിരുന്നു കേട്ടോ. കാര്യം എനിക്ക് മോതിരം തോനെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിക്ക എങ്കിൽ നമുക്ക് വള നോക്കാമെന്നും പറഞ്ഞിട്ട് നോക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഡയമണ്ടിൻ്റെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇക്കാക്ക് ഇത് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ നേരമൊന്നും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഈ ഒരു ഐറ്റമാണ് കേട്ടോ നമ്മളെടുത്തത്. മറ്റേ ഡയമണ്ടിൻ്റെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഐറ്റമാണ്. അങ്ങനെ ആ വളയാണ് സെലക്ട് ചെയ്തത്. പിന്നെ അത് ആ രണ്ടുപേരും ഇവിടെ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു ഗൈസ്. ഭയങ്കര സന്തോഷമായി ഇങ്ങനെ മേടിച്ച് തന്നപ്പോൾ. പിന്നെ നമ്മൾ ബ്രൈറ്റ് എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു. കുഞ്ഞുങ്ങൾക്കും ഒന്നും മേടിച്ച് ഫുഡൊന്നും കൊടുത്തില്ല. ഫസ്റ്റ് നമ്മൾ അവിടെ കയറി. അങ്ങനെ അവിടെ നമ്മൾ ഓർഡറൊക്കെ എടുത്തു. അങ്ങനെ അരി ഉരട്ടി, പിന്നെ അതുപോലെ തന്നെ വറുത്തരച്ച് ചിക്കൻ കറിയായിരുന്നു ഗൈസ്, അത് മേടിച്ചു. പിന്നെ നമ്മൾ ബെറോട്ടയും കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇക്ക പറഞ്ഞു ഒരു ഐറ്റം ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതും കൂടി ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ വറുത്തരച്ച കോഴിക്കറിയായിരുന്നു കേട്ടോ. കണ്ടപ്പോഴേ അറിയാം നല്ല ടേസ്റ്റ് ആണെന്ന്. അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ബെറോട്ടയും ഒരു അരി ഉരട്ടിയും അതുപോലെ തന്നെ ആ വറുത്തരച്ച കോഴിക്കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇക്ക ഹാഫ് മട്ടൻ ഗ്രില്ല്. അപ്പോൾ ഇക്കാക്ക് മട്ടൻ്റെ ഗ്രില്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ നമുക്ക് സെർവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സാലഡും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം മൈനോണൈസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗ്രിൽഡ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ കുബൂസും റൊമാൻ റൊട്ടിയൊക്കെ സെപ്പറേറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. റൊമാൻ റൊട്ടിയൊക്കെ സെപ്പറേറ്റ് ആണ് മേടിച്ചത്. അപ്പോൾ പിന്നീട് നമുക്കൊക്കെ പറഞ്ഞു ഇനി തികയൂലെന്നും പറഞ്ഞിട്ട് നൂൽ പൊറോട്ടയും കൂടി മേടിച്ചു. ബാക്കി ഇതെല്ലാം ബാലൻസ് ആയി ഗൈസ്. കാര്യം മറ്റേത് കഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒന്ന് വയറ് നിറച്ചു. പിന്നീട് ഒരു കോർക്കും കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ലൈമൊക്കെ കുടിച്ചു. അതിനുശേഷം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തോട്ടിറങ്ങി. പിന്നെ ഇക്കാക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അങ്ങനെ ഇക്കാക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. ഇക്കാക്ക് വാച്ചോ അങ്ങനെയൊന്നും ഒക്കെ ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വകയായിട്ട് എനിക്കൊരു സന്തോഷം വേണ്ടേ. അങ്ങനെ നമ്മൾ പോവുകയാണ് ഷർട്ട് എടുക്കാനായിട്ട്. അപ്പം ഭാഗ്യത്തിന് 9 മണിയായിട്ട് അവിടെ ഷോപ്പ് ക്ലോസ് ചെയ്തില്ല. അങ്ങനെ അവിടെ ചെന്നു. പിന്നെ ഇക്കാക്ക് ഈ ഷർട്ടാണ് ഗൈസ് എടുത്തത് 2 എണ്ണം. പിന്നെ അതുപോലെ തന്നെ പാൻറ്റും ബെൽറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇക്കാക്ക് വേണ്ടുള്ള ഐറ്റംസ് എല്ലാം എടുത്തു കേട്ടോ. അങ്ങനെ അതെല്ലാം പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്ത് തന്ന കുട്ടി നല്ലതായിരുന്നു കേട്ടോ. നല്ല കണക്കാണ് നമുക്കെല്ലാം എടുത്ത് തന്നത്. അപ്പം നല്ലതായിരുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.